ഇന്നത്തെ ജനറേഷൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഹോളിവുഡ്. നസ്ലീമിൻ്റെ പുതിയൊരു സിനിമ. അപ്പോൾ അത് കാണുവാനായിട്ട് ഒരുപാട് യൂത്തുകൾ കാത്തിരുന്നതാണ്. പക്ഷേ സിനിമാ തിയേറ്ററിൽ ചെന്നപ്പോൾ ആ ഒരു തിരക്കൊന്നും കണ്ടില്ല. പകുതിയിലധികം സീറ്റ് ഒഴിവാടുന്നു മാറ്റിനിക്ക്. എന്താണ്, മഴയാണ്, സ്കൂളൊക്കെ തുറന്നു, അതുകൊണ്ട് എല്ലാവരും ബിസി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. സിനിമ ഗംഭീരമായിട്ടല്ലാട്ട ഞെട്ടിയത്. ഇതുപോലൊരു തീട്ടപ്പടം, ഒരു കട്ട അപരാധം ഈ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദൃശ്യം 3 പിന്നെ സഹിക്കാം, ഇത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇന്നലെ ബെഡ്ഡി കണ്ടു, അതുപോലും സഹിക്കാം. വലിയൊരു അപരാധ സിനിമയത്. ദയവിത് അതും കാണാൻ ആരും പോവല്ലേ. അങ്ങനെ ഒരു അപരാധ സിനിമയത്. അതിനെ കവച്ച് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെലുങ്കന്മാരെ കവച്ച് വെച്ച് അതിനേക്കാളും കട്ട അപരാധം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ എന്താ മലയാള സിനിമയെ പറ്റി ചിന്തിച്ചിരിക്കുന്നത്? ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൂതറി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഞെട്ടിക്കും, നമ്മളെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ ചെറിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് ചെന്നിട്ട് ആ പ്രതീക്ഷയെല്ലാം തകർന്ന് തരിപ്പണായി. ഇവൻ്റെ കയ്യിൽ ഒരു കൂറുമില്ല. ഇവന് എന്തെങ്കിലുമൊക്കെ ഈ ദിലീപിൻ്റെ കയ്യിൽ നിന്നും ഇന്നസെൻറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ട് കുറേ മെമ്മറീസുകൾ, അതേപോലെ ചില അവരെ നമ്പറുകൾ മുപ്പരേതായുള്ള സ്റ്റൈലിൽ ഇട്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന ഒരു നടനാണ്. ഇവൻ്റെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയില്ല എന്നുള്ളത് ഇപ്പോൾ ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണിത്? ആർട്ട് സിനിമയാണ്, അവാർഡ് സിനിമയാണ്. അതിനി ഇത് ഹോളിവുഡിലേക്ക് വേണ്ടി എടുത്ത സിനിമയാണോ എന്നൊക്കെ ഭയങ്കര സംശയമായി എനിക്ക്. ജനങ്ങളാച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഇരുന്ന് കോണുണ്ട് ഇവൻ്റെ അഭിനയം കണ്ടിട്ട്. അഭിനയത്തിൻ്റെ ABCD ചെക്കൻ അറിയില്ല കേട്ടാ. ചെക്കൻ 2 പടത്തിൽ കയറി 2-3 അത് വേറെ പല കഴിവുകളെ കൊണ്ടും കഥയുടെ മേന്മ കൊണ്ടൊക്കെ പടം ഹിറ്റായിരുന്നു. ഈ ലോകം കഴിഞ്ഞതിന് ശേഷം ഈ ചെക്കൻ ഇതിൽ പോയി തല വെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ യൂത്ത് പ്രതീക്ഷിച്ചിട്ടില്ല ഇവൻ്റെ കയ്യിൽ നിന്നുള്ളത്. ഒരു ഇത്തിരിയൊക്കെ സ്റ്റാൻഡേർഡായി കഴിയുമ്പോൾ ആ കഥയൊക്കെ ഒന്ന് നന്നായി ഒന്ന് നോക്കണം. ഇതൊക്കെ കാലത്ത് ജനങ്ങൾ വരുമ്പോൾ ഇത് 20-ാം നൂറ്റാണ്ടിലും പോയിട്ട് 16-ാം നൂറ്റാണ്ടിൽ എടുക്കേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ സബ്ജക്റ്റ് ബേസിൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് പറഞ്ഞിട്ട് തള്ളി നമുക്ക് തന്നു നോക്കണത്, വയറ്റിലേക്ക് തീട്ടപ്പടം തന്നു നോക്കണത്. എന്താണ് ഇവൻ ചെറുപ്പത്തിലെ